ജൂലൈ 19 അവ്യക്ത മുരളിയിൽ ബാബ ജീവൻമുക്ത സ്ഥിതിയുടെ രസമെടുക്കുവാൻ പറയുന്നു. ശക്തികളാകുന്ന കടിഞ്ഞാണുപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കുവാൻ പറയുന്നു. ദിവസേനയുള്ള മുരളിയിൽ ബാബ തരുന്ന ഹോംവർക്ക് ചെയ്യുവാൻ പറയുന്നു. ജ്ഞാനഖജനാവുകളാൽ നമ്മെ സമ്പന്നമാക്കുന്ന ഇന്നത്തെ അവ്യക്ത മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 19/7/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/1/11 മധുബൻ. ബ്രഹ്മ ബാബയ്ക്ക് സമാനം ജീവിതത്തിൽ ഇരിക്കവേ ജീവൻ മുക്ത സ്ഥിതിയുടെ രസം എടുക്കൂ. മനസ്സിനെ ജയിച്ചവരും ജഗത്തിനെ ജയിച്ചവരുമായി മാറി സ്നേഹത്തിനുള്ള സമ്മാനം നൽകൂ. ഇന്നത്തെ ദിവസം വിശേഷിച്ച് ബ്രഹ്മബാബ അവ്യക്തം ആയതിൻ്റെ സ്മൃതിയുടെ ദിവസമാണ്. എല്ലാ കുട്ടികളുടെയും നയനങ്ങളിൽ ബ്രഹ്മബാബയുടെ സ്നേഹം അലിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 4 മണിക്ക് മുമ്പേ തന്നെ കുട്ടികളുടെ സ്നേഹം വതനത്തിൽ എത്തിച്ചേർന്നു. ബ്രഹ്മബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിനു വേണ്ടി സ്നേഹത്തിൻ്റെ, അതായത് തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ അടയാളങ്ങളായ മാലകൾ ബ്രഹ്മബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ഓരോ മാലയുടെയും സുഗന്ധത്തിൽ കുട്ടികളുടെ സ്നേഹം ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ കുട്ടിയുടെയും നയനങ്ങളും പുഞ്ചിരിയും ഹൃദയത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബ്രഹ്മബാബയും ഓരോ കുട്ടിക്കും സ്നേഹത്തിനുള്ള റിട്ടേൺ നൽകുന്നുണ്ടായിരുന്നു. ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോ കുട്ടിയും നയനങ്ങളുടെ ഭാഷയിലൂടെ തൻ്റെ ഹൃദയത്തിലെ സ്നേഹം നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ പരമാത്മാ സ്നേഹം ഓരോ കുട്ടിയെയും സഹജമായി ബാബയുടേതാക്കി മാറ്റുന്ന ഒന്നാണ്. ഈ അലൗകിക സ്നേഹം മേരാ ബാബ, എൻ്റെ ബാബ എന്ന അനുഭവത്തിലൂടെ സ്വന്തമാക്കി മാറ്റുന്ന ഒന്നാണ്. ഈ സ്നേഹം ബാബയുടെ ഖജനാവുകളുടെ അധികാരി ആക്കി മാറ്റുന്ന ഒന്നാണ്. കാരണം കുട്ടികൾ എൻ്റെ ബാബ എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ബാബ എന്ന് പറയുന്നത് സർവ ഖജനാവുകളുടെയും അധികാരിയാവുക എന്നതാണ്. ഈ സ്നേഹം ദേഹത്തിൻ്റെ ബോധത്തെ സെക്കൻഡിൽ മറപ്പിച്ച് ദേഹി അഭിമാനിയാക്കി മാറ്റുന്നു. ബാബയല്ലാതെ മറ്റൊന്നും ആത്മാവിനെ ആകർഷിക്കുന്നില്ല. ഈ ദിവസത്തിന് വളരെ വലിയ മഹത്വമുണ്ട്. കേവലം സ്മൃതി ദിവസം അല്ല, എന്നാൽ സമർത്ഥി ദിവസമാണ്. കാരണം ഈ ദിവസം ബാബ കുട്ടികൾക്ക് വിശ്വ സേവനത്തിനായി സ്വയം ചെയ്യിക്കുന്നവനായി മാറി കുട്ടികളെ ചെയ്യുന്നവരാക്കുന്നതിൻ്റെ തിലകം നൽകി. സൺ ഷോസ് ഫാദർ എന്നത് ചെയ്യുന്നതിന് നിമിത്തമാക്കി മാറ്റി. സേവനത്തിൽ സഫലതയുടെ ഉപാധിയായി സ്വയം ചെയ്യിക്കുന്നവനായി മാറി കുട്ടികളെ ചെയ്യുന്നവരാക്കി മാറ്റി. കാരണം സേവനത്തിൽ സഫലതയുടെ ഉപാധിയാണ്. ഞാൻ ചെയ്യുന്നവനാണ്, ചെയ്യിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്മൃതി അഥവാ ഈ സ്ഥിതി വളരെ ആവശ്യമാണ്. കാരണം 63 ജന്മത്തെ സ്മൃതിയിൽ ഞാൻ എന്ന ഭാവത്തിലേക്കും ദേഹാഭിമാനത്തിലേക്കും കൊണ്ടുവരുന്നു. ചെയ്യിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിമിത്തമായി ചെയ്യുന്നവനാണ്. ഈ സ്മൃതിയിലൂടെ സ്വയം നിമിത്തമായി മനസ്സിലാക്കുന്നതിലൂടെ ദേഹാഭിമാനം സമാപ്തമാകുന്നു. അതിനാൽ കുട്ടികളെ ചെയ്യുന്നവരാക്കി മാറ്റി സ്വയം ചെയ്യിക്കുന്നവനായി മാറി. ചെയ്യുന്നവർ ആകുന്നതിലൂടെ സ്വതവേ തന്നെ നിമിത്തമാണ്, വിനയമുള്ളവരായി മാറുന്നു. ഇപ്പോഴും ബാബ്ദാദ കണ്ടു കുട്ടികൾ നിമിത്തമായി സേവനം ചെയ്യുന്നു. അപ്പോൾ നിമിത്തമായി സേവനം ചെയ്യുന്ന സേവാധാരി ആരാണോ അവരുടെ മസ്തകത്തിൽ സേവനത്തിൻ്റെ ഫലമായ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. മെജോറിറ്റി കുട്ടികളുടെയും സേവനം കണ്ട് ബാബ്ദാദ സന്തുഷ്ടമാണ്.
അതിനാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വിശേഷിച്ച് ബ്രഹ്മബാബ ആഹാ കുട്ടികളെ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസകൾ നൽകുന്നു. ബ്രഹ്മബാബ വിശേഷിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഭാവിയിലും നിമിത്തമായി സേവനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആശംസകൾ നൽകുന്നു. ഇപ്പോഴും ബ്രഹ്മബാബ കുട്ടികൾക്ക് തനിക്ക് സമാനം ഫരിസ്ത സ്ഥിതിയിൽ ഇരിക്കുന്നതിനായി സൂചന നൽകുകയാണ്. ബാബ്ദാദ കണ്ടു കുട്ടികൾക്ക് അറ്റൻഷൻ ഉണ്ട്. ഇതുപോലെ സദാ ബ്രഹ്മബാബ ജീവിതത്തിലിരിക്കവേ ജീവൻ മുക്തം ആയിരുന്നു. ഇത്രയും ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും വലിയ പരിവാരത്തെ സംരക്ഷിച്ചുകൊണ്ടും എല്ലാവരെയും യോഗ്യ ജീവിതം ഉള്ളവർ ആക്കേണ്ടതുണ്ട്. ഇത്രയും സേവനത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടതുണ്ട്. സേവനത്തിൽ സദാ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ജീവൻ മുക്തിയുടെ രസത്തിൽ ഇരുന്നു. അതിനാൽ ഭക്തി മാർഗത്തിൽ ബ്രഹ്മാവിന്റെ ആസനം കമല ആസനമായി കാണിക്കുന്നു. ജീവൻ മുക്തമായി ഇപ്പോൾ ജീവൻ മുക്തിയുടെ രസം എടുത്തു. കുട്ടികളായ നിങ്ങളേവരെയും ഇങ്ങനെയാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോഴും കുട്ടികളായ നിങ്ങൾക്ക് ഫരിഷ്ത ആകുന്നതിനുള്ള ഭിന്ന ഭിന്ന യുക്തികൾ പറഞ്ഞു തന്ന് തനിക്ക് സമാനം ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ബാബ്ദാദ കണ്ടു ഓരോ കുട്ടിയുടെയും ലക്ഷ്യം നല്ലതാണ്. താങ്കളുടെ ലക്ഷ്യം എന്താണ് എന്ന് ആരോട് ചോദിച്ചാലും എന്താണ് പറയുന്നത് എന്ന് ഓർമ്മയുണ്ടോ? ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം എന്ന്. അപ്പോൾ ബാബയ്ക്ക് സമാനം എന്തായി മാറും? ഈ ജീവിതത്തിൽ ജീവൻ മുക്ത ജീവിതത്തിന്റെ സാമ്പിൾ ആകും. ബാബ്ദാദ കണ്ടു ഏതൊരു ഹോംവർക്ക് ആണോ നൽകുന്നത് അതിൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അനുഭവം നേടുകയും ചെയ്യുന്നു. പക്ഷേ സദാ ചെയ്യുന്നില്ല. ഇപ്പോഴും നൽകിയിരുന്ന ജോലിയുടെ റിപ്പോർട്ട് പല കുട്ടികളും പുരുഷാർത്ഥം ചെയ്ത് ഓരോരോ മാസവും അറ്റൻഷൻ നൽകിയിട്ടുണ്ട്. പല സോണിന്റെയും റിപ്പോർട്ട് ഒരു മാസത്തെ റിസൾട്ടിൽ നല്ലതാണ് വന്നിരിക്കുന്നത്. ആരെല്ലാം റിപ്പോർട്ട് അയച്ചുവോ, ഏത് സോണിലുള്ളവരാണോ അയച്ചത് അവർക്ക് ബാബ്ദാദ ആഹാ കുട്ടികളെ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസകൾ നൽകുന്നു. എന്നാൽ ബാബ്ദാദ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ബാബ്ദാദ ഓരോ കുട്ടിയിൽ നിന്നും ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശരിയായി ഇരിക്കുന്നുണ്ട്. എന്നാൽ ബാബ സദാ ആഗ്രഹിക്കുന്നു. നല്ല യോഗികളും ആയിട്ടുണ്ട്. എന്നാൽ സദാ യോഗി ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇക്കാലത്ത് ബാബ്ദാദ കുട്ടികൾക്ക് ഒരു ജോലിയും നൽകിയിട്ടുണ്ടായിരുന്നു. സദാ ഇരിക്കുന്നതിനായി ഓരോ മണിക്കൂറിലും സ്വന്തം കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ യുക്തി വയ്ക്കൂ. അതിലൂടെ ഇടയ്ക്കിടയ്ക്ക് എന്നത് മാറി സദാ എന്ന വാക്ക് വരട്ടെ. ഇപ്പോൾ ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഏതുപോലെ മനസ്സിനെ ജയിച്ചാൽ ജഗത്തിനെ ജയിച്ചു എന്ന് ചൊല്ലുണ്ട്. മനസ്സിന് ഏത് സങ്കല്പമാണോ നൽകുന്നത് അത് തന്നെ ചെയ്യണം. എന്തുകൊണ്ട്? ഏതുപോലെ മറ്റ് കർമ്മേന്ദ്രിയങ്ങൾ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ മനസ്സിനും ഏതൊരു ഓർഡറാണോ നൽകുന്നത് അത് തന്നെ ചെയ്യണം. അഭ്യാസം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുമില്ല. ബാബ്ദാദ ഇപ്പോൾ ഇതാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിനെ ശക്തികളുടെ കടിഞ്ഞാൺ ഉപയോഗിച്ച് എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതേപോലെ പ്രവർത്തിപ്പിക്കൂ. മനസ്സിനെ ജയിച്ചാൽ ജഗത്തിനെ ജയിച്ചു എന്ന് ഏതൊരു മഹിമയാണോ ഉള്ളത് അത് ആരുടെ മഹിമയാണ്? കുട്ടികളായ നിങ്ങളുടെ തന്നെ മഹിമയാണ്. ഓരോ കൽപ്പത്തിലും ചെയ്തിട്ടുണ്ട്. അതിനാലാണ് മഹിമയുള്ളത്. കാരണം ഏതുപോലെ മറ്റ് കർമ്മേന്ദ്രിയങ്ങളെ
എന്റേത് എന്ന് പറയുന്നു, അതേപോലെ തന്നെ മനസ്സിനെയും എന്റേത് എന്ന് പറയുന്നു. എന്റേത് എന്ന് പറയുക എന്നാൽ അധികാരി ആവുക എന്നർത്ഥം. മനസ്സിൽ എന്ത് സങ്കല്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, എത്ര സമയം ആ സങ്കല്പം നടത്തുവാൻ ആഗ്രഹിക്കുന്നുവോ, അതിൽ അത് ബന്ധിതമാണ്. കാരണം എന്റേതാണ്. അപ്പോൾ ബാബ്ദാദ ഈ സ്നേഹത്തിന്റെ ദിവസത്തിൽ ഈ ഹോംവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്ത് സങ്കല്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ നടക്കണം. അഥവാ താങ്കൾ ശുദ്ധ സങ്കല്പം നടത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ശുദ്ധ സങ്കല്പം വ്യർത്ഥ സങ്കല്പത്തെ ഇല്ലായ്മ ചെയ്യണം. യോഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സംസ്കാരങ്ങൾ കാരണം വ്യർത്ഥ സങ്കല്പങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ യോഗത്തിന്റെ സിദ്ധി ലഭിക്കുന്നില്ല. ഈ കൺട്രോൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അഥവാ 1 മണിക്കൂർ യോഗം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മനസ്സ് ഡിസ്റ്റർബ് ചെയ്യരുത്. ആത്മാവ് യജമാനനാണ്, മനസ്സ് യജമാനനല്ല. മനസ്സ് ആത്മാവിന്റെ സഹചാരിയാണ്. അപ്പോൾ സഹചാരിയോട് സ്നേഹത്തോടെ ഓർഡർ ചെയ്യൂ, മനസ്സിനെ ജയിച്ചവരാകൂ. കാരണം ബാബ്ദാദയുടെ അടുക്കൽ ധാരാളം കുട്ടികളുടെ സമാചാരം വരുന്നു. വ്യർത്ഥ സങ്കല്പം സമയം പ്രതി സമയം വരുന്നു എന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നിട്ടും വരുന്നു. എങ്കിൽ ഇതിനെ യജമാനൻ എന്ന് പറയുമോ? ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ബാബ ഇന്ന് സ്നേഹത്താൽ തന്റെ ഹൃദയത്തിലെ ആഗ്രഹം കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ മനസ്സിനെ ജയിച്ചവരും ജഗത്തിനെ ജയിച്ചവരും ആവുക തന്നെ വേണം. അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് ഈ സ്നേഹത്തിന്റെ സമ്മാനം നൽകുമല്ലോ. സ്നേഹത്തിൽ എന്താണ് നൽകപ്പെടുന്നത്? ഗിഫ്റ്റ് നൽകപ്പെടുന്നുവല്ലോ. അപ്പോൾ ഇന്ന് ബ്രഹ്മബാബ കുട്ടികളോട് ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി പറയുകയാണ്. തയ്യാറാണോ? തയ്യാറാണോ? കൈ ഉയർത്തൂ. അതിനാൽ ഇപ്പോൾ എപ്പോൾ ആജ്ഞാപിച്ചാലും ഇന്നത്തെ ദിവസം മുതൽ വ്യർത്ഥ സങ്കല്പം വരാൻ അനുവദിക്കരുത്. ചെയ്യുവാൻ സാധിക്കുമോ? ഇന്ന് 2 മണിക്കൂർ 4 മണിക്കൂർ യോഗത്തിന്റെ സ്റ്റേജിൽ കർമ്മവും ചെയ്യുക, യോഗവും ചെയ്യുക. ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കുമോ? ചെയ്യുമോ? ശരി, ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഓർഡർ ചെയ്യണം. ഇന്നത്തെ ദിവസം വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ചെയ്യേണ്ടി വരുമല്ലോ. ഇന്ന് യോഗത്തിൽ ഈ ലക്ഷ്യം വയ്ക്കൂ. അതനുസരിച്ച് മുഴുവൻ ദിവസത്തെയും പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുമല്ലോ. ബാബയോടുള്ള സ്നേഹത്തിൽ എന്താണോ ബാബ പറയുന്നത് അത് ചെയ്യേണ്ടതുണ്ട്. വ്യർത്ഥ സങ്കല്പം നിലയ്ക്കണം. ഇതിനുള്ള യുക്തിയാണ് ബ്രഹ്മബാബയുടെ സ്നേഹത്തെ ഹൃദയപൂർവം ഓർമ്മിക്കൂ. സാകാര രൂപത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ബുദ്ധിബലത്തിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ അതോ കണ്ടിട്ടില്ലേ? ആരാണോ ഇങ്ങനെ പറയുന്നത്, ഞാൻ ബാബയുടെ സ്നേഹം കണ്ടു, ഞാൻ ബ്രഹ്മബാബയുടെ പാലനം കണ്ടു, അപ്പോൾ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണോ? അവർ കൈ ഉയർത്തു. ശരി, കൈ ഉയർത്തി സന്തോഷിപ്പിച്ചു. ബാപ്ദാദയ്ക്ക് സന്തോഷമുണ്ട്, ധൈര്യം വെച്ചുവല്ലോ. എന്നാൽ എപ്പോഴെങ്കിലും ശക്തി കുറഞ്ഞു പോവുകയാണെങ്കിൽ സദാ ബാബയുടെ സംബന്ധങ്ങൾ, എത്ര സംബന്ധങ്ങളുണ്ട്? ചിലപ്പോൾ അച്ഛൻ, ചിലപ്പോൾ കുട്ടിയും ആയി മാറും. ചിലപ്പോൾ അച്ഛൻ, ചിലപ്പോൾ സുഹൃത്തുമായി മാറുന്നു. അതിനാൽ ഈ ബന്ധങ്ങൾ ഓർമ്മിക്കൂ, അല്ലെങ്കിൽ പ്രാപ്തികൾ ഓർമ്മിക്കൂ. പ്രാപ്തികളും ബന്ധങ്ങളും ഇന്ന് ഹൃദയപൂർവം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതേപോലെ ഓർമ്മിക്കുന്നതിലൂടെ സ്നേഹം ഉത്ഭവിക്കും. ഇന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ ബ്രഹ്മബാബയുടെ സ്നേഹം
വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനാൽ എപ്പോഴാണോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്, അപ്പോൾ ബന്ധങ്ങളും പ്രാപ്തികളും ഓർമ്മിക്കണം. ബാബ ഓരോ കുട്ടികൾക്കൊപ്പവും സഹയോഗിയാണ്. കേവലം താങ്കൾ ഓർമ്മിക്കണം. അപ്പോൾ മനസ്സിലായോ ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന്? മനസ്സിനെ ജയിച്ചവരും ജഗത്തിനെ ജയിച്ചവരും എന്ന് ഏതൊരു മഹിമയാണോ ഉള്ളത്, ആ സ്വരൂപം ധാരണ ചെയ്യണം. ആജ്ഞയിലൂടെ പ്രവർത്തിപ്പിക്കൂ. ഇപ്പോൾ ഒരൽപ്പം ഫ്രീ ആയി വിട്ടുകളയുകയാണെങ്കിൽ അത് അതിൻ്റെ ജോലി ചെയ്യും. ഇപ്പോൾ അറ്റൻഷൻ കൊടുക്കൂ. മനസ്സ് എൻ്റെ ആജ്ഞയിലൂടെ നടക്കണം, അല്ലാതെ താങ്കൾ മനസ്സിൻ്റെ ഓർഡർ അനുസരിച്ച് നടക്കരുത്. ആഗ്രഹിക്കുന്നത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളെ രമണം ചെയ്യുവാനാണ്. വരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തുണ്ടായി? മനസ്സ് യജമാനനായോ അതോ താങ്കൾ യജമാനനായോ? അപ്പോൾ എല്ലാവർക്കും ഈ ഹോംവർക്ക് മനസ്സിലായോ? മനസ്സിനെ ജയിച്ചവർ ആകണം. എന്ത് ഓർഡർ ചെയ്യുമോ അത് അംഗീകരിക്കും, തീർച്ചയായും അംഗീകരിക്കും. അറ്റൻഷൻ കൊടുക്കേണ്ടി വരും, ഇത്രമാത്രം. മാതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് സാധ്യമാണോ? സാധ്യമാണോ? ടീച്ചേഴ്സ് കൈ ഉയർത്തു. ടീച്ചേഴ്സ് കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ സാധിക്കും എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കൈവീശു. ആദ്യത്തെ ലൈൻ വീശു. സഹോദരന്മാർ കൈവീശു. ആഹാ, എങ്കിൽ പിന്നെ ബ്രഹ്മബാബയ്ക്ക് സ്നേഹത്തിനുള്ള സമ്മാനം നൽകി. ഇതിനുള്ള ആശംസകൾ, ആശംസകൾ. ശരി, ബാബ്ദാദയോടുള്ള സ്നേഹം വളരെയധികം സഹയോഗം നൽകുന്നു. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബാബ എന്ന് പറഞ്ഞുവെങ്കിൽ ഞാൻ ആരാണ്? ബാബയുടെ സിഖില്ലധേ കുട്ടി. എല്ലാവരും എത്ര തവണ പറയുന്നു മേരാ ബാബ, മേരാ ബാബ എന്ന്? എത്ര തവണയാണ് പറയുന്നത്? ബാബ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാം നോട്ട് ചെയ്യുന്നു. ഡബിൾ ഫോറിനേഴ്സും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ബാബ്ദാദ കണ്ടു, മുഴുവൻ സീസണിലും ഡബിൾ ഫോറിനേഴ്സ് ഹാജർ വച്ചു. മധുബനിൽ എല്ലാ സമയത്തും ഹാജരായിരുന്നു. ഇപ്പോഴും 350 പേരുണ്ട്. അവരവരുടെ ടേണിലും വരുന്നു. എന്നാൽ ഓരോ ടേണിലും കുറച്ചു പേർ പലയിടങ്ങളിൽ നിന്നും വരുന്നു. അതിനാൽ ഇപ്പോൾ ഈ റിസൾട്ട് ബാബ്ദാദയും നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളേവരും സാക്ഷിയായി സ്വയം തൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഇത് ഓർമ്മ വയ്ക്കണം. ബാബ്ദാദയ്ക്ക് യജമാനൻ ആകുന്നതിൻ്റെ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ബാബ്ദാദ ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞത് ഓരോ സോണിനെങ്കിലും ഈ കാര്യം നൽകാം. ഇന്ന സോൺ ഈ ആഴ്ചയിലോ 15 ദിവസത്തിലോ റിസൾട്ട് നൽകണം. വ്യർത്ഥ സങ്കല്പം അല്ല. എന്നാൽ ഏതൊരു വിഷയമാണോ മനസ്സിന് നൽകിയത്, അത് ചെയ്തോ അതോ ചെയ്തില്ലയോ എന്നത്. ഇത് സമ്മതമാണോ? ടീച്ചേഴ്സ് സമ്മതമാണോ? സോണിന് ജോലി കൊടുക്കട്ടെ. ടീച്ചേഴ്സ് കൈ ഉയർത്തു. മഹാരാഷ്ട്ര ആണല്ലോ. അപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് മഹാൻ കാര്യം നൽകുമല്ലോ. ബാബ്ദാദയ്ക്ക് ഓരോ സോണിനോടും സ്നേഹമുണ്ട്. സദാ ഈ നിശ്ചയം വയ്ക്കുന്നു. ഈ കുട്ടികൾ, ബാബ പറഞ്ഞു, കുട്ടികൾ ചെയ്തു എന്നവരാണ്. ഇങ്ങനെയാണോ? മഹാരാഷ്ട്ര ബാബ എന്ത് പറഞ്ഞുവോ അത് ചെയ്തു. അങ്ങനെയാണോ? മഹാരാഷ്ട്രയിലുള്ളവർ കൈ ഉയർത്തു. വളരെ പേരുണ്ട്. 3/4 ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഓരോ സോണും ബാബയുടെ ആജ്ഞാകാരിയാണ്. എല്ലാവരും തല കുലുക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയ്ക്കും നിശ്ചയമുണ്ട്. എൻ്റെ ഈ കുട്ടികൾ നിശ്ചയ ബുദ്ധികൾ തന്നെയാണ്. ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ദിവസവും കേൾക്കുന്ന മഹാവാക്യങ്ങൾ എന്താണോ അത് ഹോംവർക്കാണ്. അഥവാ ദിവസേനയുള്ള മുരളിയിൽ ബാബ എന്താണോ പറഞ്ഞത്,
കുട്ടികൾ അത് ചെയ്തു എന്നാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ബാബയുടെ സിക്കിലതെ കുട്ടികൾ, ആജ്ഞാകാരി കുട്ടികൾ എന്ന്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ദിവസവും മുരളി വായിക്കുക. കാരണം ബാപ്ദാദ കണ്ടു മെജോറിറ്റി കുട്ടികളും മുരളിയോട് സ്നേഹം വയ്ക്കുന്നു. അഥവാ ആരെങ്കിലും വയ്ക്കുന്നില്ലെങ്കിൽ ബാപ്ദാദയോട് ഏതെങ്കിലും കുട്ടി ബാബ അങ്ങയോട് എനിക്ക് വളരെയധികം സ്നേഹമാണ് എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. എന്നാൽ ബാബയ്ക്ക് സ്നേഹം ഏതിനോടാണ്? മുരളിയോട്. മുരളിക്ക് വേണ്ടി എത്ര ദൂരെ നിന്നാണ് വരുന്നത്? ഇത്ര ദൂരെ നിന്നും പഠനം പഠിപ്പിക്കുവാൻ വരുന്ന ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ടായിരിക്കുമോ? അപ്പോൾ ബാബയുടെ സ്നേഹം മുരളിയോടാകുമ്പോൾ ആരാണോ മേരാ ബാബ എന്ന് പറയുന്നത്, അവരുടെ ആദ്യത്തെ സ്നേഹം ബാബയോടൊപ്പം ബാബയുടെ മുരളിയോടും ഉണ്ടായിരിക്കേണ്ടതാണ്. നോക്കൂ, ബ്രഹ്മ ബാബ ഒരു ദിവസം പോലും മുരളി മിസ് ചെയ്തില്ല. ബോംബെയിൽ പോകുമായിരുന്നപ്പോഴും എന്ത് കാരണമുണ്ടായാലും മുരളി എഴുതുമായിരുന്നു. മാതേശ്വരി ആ മുരളി കേൾപ്പിക്കുമായിരുന്നു. ലാസ്റ്റ് ഡേ ആരോഗ്യം അല്പം അയഞ്ഞതായിരുന്നു. രാവിലെയുള്ള ക്ലാസ് നടത്തിയില്ല. എന്നാൽ വൈകുന്നേരത്തെ ക്ലാസ് നടത്തിയ ശേഷമാണ് അവ്യക്തം ആയത്. അപ്പോൾ ബ്രഹ്മബാബയുടെ സ്നേഹം എന്തിനോടായിരുന്നു? മുരളിയോട്. എനിക്ക് ബാബയുടെ സ്നേഹമുണ്ട് എന്നാരെങ്കിലും കരുതുകയാണെങ്കിൽ ബാബയ്ക്ക് ആരോടാണോ സ്നേഹമുണ്ടായിരുന്നത് അത് കുട്ടികൾക്കും ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. അപ്പോൾ മുരളി ദിവസവും ക്ലാസ്സിൽ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യണം. അഥവാ നിർബന്ധിത അവസ്ഥ ആണെങ്കിൽ, ഒഴിവ് കഴിവല്ല, ശരിയായ കാരണം ഉണ്ടെങ്കിൽ ആരിൽ നിന്നെങ്കിലും കേൾക്കൂ. മുരളിക്ക് ഇത്രയും മഹത്വം വയ്ക്കും എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. ശരി, ഇവിടെയാണെങ്കിൽ എല്ലാം കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ പിന്നിലിരിക്കുന്ന നിങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ശരി, വളരെ നല്ലത്. ബാബ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടത്തും. ഇന്ന് ആരാണോ മുരളി കേൾക്കാത്തത് അവർ ടീച്ചറിന് എഴുതി അയക്കണം. ഇഷ്ടമാണല്ലോ? ശരി, ഇന്ന് ബ്രഹ്മബാബ ഓരോ കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തി. വളരെ വളരെ സ്നേഹത്തോടെ ഓരോ കുട്ടിക്കും നയനങ്ങളിലൂടെ സ്നേഹം നൽകുകയാണ്. ശരി, ഡബിൾ വിദേശികളായ സഹോദരി സഹോദരന്മാരോട്, വിദേശത്തുള്ളവർക്ക് സേവനത്തിൻ്റെ നല്ല ഉന്മേഷവും ഉത്സാഹവുമുണ്ട്. ബാപ്ദാദ എല്ലാ കുട്ടികളോടും ഇത് പറയുന്നു: സേവനം നല്ലവണ്ണം ചെയ്യൂ. കാരണം സമയം എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതാണ്. സേവനം ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ പോലും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സമയവും വരാനിരിക്കുന്നു. അതിനാൽ എന്ത് ചെയ്യണമോ അത് ഇപ്പോൾ ചെയ്യൂ. എപ്പോഴെങ്കിലുമല്ല, ഇപ്പോൾ. ബാപ്ദാദ എപ്പോഴും പറയും, നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്നത്തേക്ക് പോലുമല്ല, ഇപ്പോൾ. കാരണം സമയവും പഞ്ചതത്വവും ബാബയുടെ അടുക്കൽ വരുന്നു. എപ്പോൾ വരെ ദുഃഖം തുടരും എന്ന് നമ്മളോട് പറയൂ. സ്വയമേ ദുഃഖിതരായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? മനുഷ്യാത്മാക്കളെയും ദുഃഖിപ്പിക്കുമല്ലോ. അതിനാൽ ആര് വന്നാലും അവർ സങ്കല്പിക്കണം, ഏതുപോലെ ബ്രാഹ്മണ ജീവിതം ആവശ്യമാണ്, അതേപോലെ ഇപ്പോഴത്തെ സമയമനുസരിച്ച് ഓരോരുത്തർക്കും സേവനവും ആവശ്യമാണ്. ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യൂ. ബാക്കി ബാപ്ദാദ ഏതൊരു ഹോംവർക്കാണോ നൽകിയത്, മനസ്സിനെ ജയിച്ചവരും ജഗത് ജീതം ആവുക തന്നെ വേണം. താങ്കളുടെ തന്നെ മഹിമയാണ്, അതിനെ റിപ്പീറ്റ് ചെയ്യണം. ശരി, 4 ഭാഗത്തു നിന്നും കുട്ടികളിലൂടെ സന്ദേശം വന്നിരിക്കുകയാണ്. 4 ഭാഗത്തു നിന്നും വന്ന സ്നേഹത്തിൻ്റെ മധുരമധുരമായ ഭാവങ്ങളും ഭിന്ന ഭിന്ന വാക്കുകളുടെ ഓർമ്മയും 4 ഭാഗത്തു നിന്നും ഭിന്ന ഭിന്ന
കത്തുകളും വന്നിരിക്കുന്നു. എല്ലാവർക്കും ബാബ്ദാദ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയും സ്നേഹത്തിൽ ബാബയുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുകയാണ്. ഈ അവിനാശി സ്നേഹം സദാ ബാബയുടെയും കുട്ടികളുടെയും അനാദിയും അവിനാശിയുമാണ്. മുഴുവൻ സംഗമയുഗവും ബാബയുടെയും കുട്ടികളുടെയും ഈ കൂടിക്കാഴ്ച നിശ്ചിതം തന്നെയാണ്. ശരി, ഇപ്പോൾ ഏത് കുട്ടികളാണോ മുന്നിലുള്ളത് അല്ലെങ്കിൽ ദൂരെ ഇരുന്നുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്? ബാബ്ദാദ കേട്ടു. ഇപ്പോഴാണെങ്കിൽ 4 ഭാഗത്തും ഓരോ ദേശത്തും സെന്ററിലും പോയി കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുന്നു. രാത്രി എത്ര മണിയായാലും കാണുന്നു. ഈ സയൻസിന്റെ സാധനങ്ങളും താങ്കൾക്ക് വേണ്ടി തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. താങ്കൾക്ക് തന്നെയാണ് നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഥവാ സയൻസിലൂടെ വിനാശം ഉണ്ടാവുകയാണെങ്കിൽ പോലും താങ്കളുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 4 ഭാഗത്തുമുള്ള സ്നേഹികളായ കുട്ടികൾക്ക് വിശേഷിച്ച് ബ്രഹ്മബാബയുടെ സ്നേഹസ്മരണകൾ, ഹൃദയത്തിൽ നിന്നുള്ള വാത്സല്യവും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും സ്വീകരിച്ചാലും. വരദാനം: സത്യതയുടെയും സ്വച്ഛതയുടെയും ധാരണയിലൂടെ സമീപത അനുഭവിക്കുന്ന സമ്പൂർണ്ണ മൂർത്തിയായി ഭവിക്കട്ടെ. എല്ലാ ധാരണകളിലും മുഖ്യമായ ധാരണയാണ് സത്യതയും സ്വച്ഛതയും. പരസ്പരം ഹൃദയത്തിൽ തീർത്തും സ്വച്ഛത ഉണ്ടായിരിക്കണം. ഏതുപോലെ സ്വച്ഛമായ വസ്തുവിൽ എല്ലാം സ്പഷ്ടമായി കാണപ്പെടുന്നു, അതേപോലെ പരസ്പരമുള്ള ഭാവനയും ഭാവസ്വഭാവങ്ങളും സ്പഷ്ടമായി കാണപ്പെടണം. എവിടെ സത്യതയും സ്വച്ഛതയും ഉണ്ടോ അവിടെ സമീപതയുണ്ട്. ഏതുപോലെ ബാബ്ദാദയുടെ സമീപമാണോ അതേപോലെ പരസ്പരവും ഹൃദയത്തിന്റെ സാമീപ്യം ഉണ്ടായിരിക്കണം. സ്വഭാവത്തിന്റെ ഭിന്നത സമാപ്തമാകണം. ഇതിനുവേണ്ടി മനസ്സിന്റെ ഭാവവും സ്വഭാവവും യോജിപ്പിക്കണം. എപ്പോഴാണോ സ്വഭാവത്തിൽ വ്യത്യാസം കാണപ്പെടാത്തത് അപ്പോൾ സമ്പൂർണ്ണ മൂർത്തി എന്ന് പറയും. സ്ലോഗൻ: കേടായതിനെ നേരെയാക്കുക. ഇത് ഏറ്റവും വലിയ സേവനമാണ്. അവ്യക്ത സൂചന: ജ്വാലാ സ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. യോഗത്തെ ജ്വാലാരൂപം ആക്കുന്നതിനു വേണ്ടി സെക്കൻഡിൽ ബിന്ദു സ്വരൂപമായി മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രം ആക്കുന്നതിൻ്റെ അഭ്യാസം വീണ്ടും വീണ്ടും ചെയ്യൂ. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സെക്കൻഡിൽ വ്യർത്ഥത്തിൽ നിന്നും ദേഹബോധത്തിൽ നിന്നും മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകണം. ഇങ്ങനെയുള്ള കൺട്രോളിംഗ് പവർ മുഴുവൻ ദിവസത്തിലും യൂസ് ചെയ്യൂ. പവർഫുൾ ബ്രേക്കിലൂടെ മനസ്സിനെയും ബുദ്ധിയെയും കൺട്രോൾ ചെയ്യൂ. എവിടെ മനസ്സിനെയും ബുദ്ധിയെയും വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ സെക്കൻഡിൽ വിനിയോഗിക്കപ്പെടണം. വിശേഷ സൂചന: മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയുടെ യോഗാഭ്യാസം. ഇന്ന് മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ സഹോദരീ സഹോദരന്മാരും സംഘടിത രൂപത്തിൽ ഒത്തുചേർന്ന് വൈകിട്ട് 6:30 മുതൽ 7:30 വരെ തൻ്റെ ഫരിഷ്ത സ്വരൂപത്തിലൂടെ അലയുന്ന ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും പവിത്ര കിരണങ്ങൾ നൽകി അവർക്ക് ആശ്രയദാതാവായ പരമാത്മാവായ ബാബയുടെ സ്മൃതി വരുത്തുന്നതിൻ്റെ സേവനം ചെയ്യണം.